ബോധസ്വരൂപമായ സത്യമേ കരളിങ്കിലിരിക്കുന്നു, സകലുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. പുരി 3 മരിച്ചവനെ ആ കരളിലിരുന്നു കൊണ്ട്, പുരി 3 മരിച്ചവനെ, 3 പുരമുണ്ട് ഈ ശരീരത്തിനെ. കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂല ശരീരം, ഇവയാണ് 3 പുരങ്ങൾ. ത്രിപുരദഹനം എന്ന കഥ കേട്ടിട്ടുണ്ടല്ലോ. ശിവൻ ത്രിപുരന്മാർക്ക് 3 പുരങ്ങളുണ്ടായിരുന്നു എന്നാണ്. ഒന്ന് സ്വർണം കൊണ്ടുള്ളത്, മറ്റൊന്ന് വെള്ളി കൊണ്ടുള്ളത്, മറ്റേത് ഇരുമ്പ് കൊണ്ടുള്ളത്. ആണ് സ്ഥൂല ശരീരം ഇരുമ്പ് കൊണ്ടുള്ളത്, സൂക്ഷ്മ ശരീരം വെള്ളി കൊണ്ടുള്ളത്. കാരണശരീരം എന്ന് വെച്ചാൽ സത്വബുദ്ധിയാണ്. ഇവിടെ ഈ ഇരുട്ട് ഒക്കെ ശുദ്ധമായി കഴിഞ്ഞ ശരീരം സ്വർണം പോലെ പ്രകാശിക്കും. പ്രസന്നമായാൽ പറഞ്ഞില്ല, പ്രസാദം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം. പക്ഷെ അപ്പോഴും ജഡത്തിന്റെ അംശമുണ്ട്. ഈ പ്രസന്നത വന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്രമേണ പോയിട്ട് അപ്പൊ പുരി 3 എരിഞ്ഞു. സൂക്ഷ്മശരീരവും പോയി, കാരണശരീരവും പോയി, സ്ഥൂല ശരീരവും പോയി. എന്തുകൊണ്ട്? എല്ലാം ഒന്നെന്നുറപ്പ് വരുന്നു. പിന്നെ ഏത് സൂക്ഷ്മശരീരം? സർവത്ര നിറഞ്ഞ ഒരേ ബോധസ്വരൂപമായ ജഗദീശ്വരൻ. ഹൃദയം പ്രസന്നമായാൽ ആ പ്രസന്നത സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ജഗദീശ്വരനെ സൂര്യതുല്യം കാട്ടിത്തരും. പിന്നെ ഏത് കാരണശരീരം? ഒരീശ്വരൻ മാത്രം, ബ്രഹ്മം. മറ്റ് രണ്ടാമത് ഇവിടെ യാതൊന്നും തന്നെ ഇല്ല. അതാണ് പുരി 3 മരിച്ചവനെ. അവിടെ ഇരുന്നുകൊണ്ട്, ആ കരളിലിരുന്നു കൊണ്ട് പുരി 3 എരിക്കുന്നു. ത്രിപുരദഹനം കഥ തന്നെ ഇതിന്റെ ഒരു പ്രതീകമാണ്. ത്രിപുരന്മാരുടെ 3 പുരങ്ങളെയും ശിവൻ എരിച്ച് ചാമ്പലാക്കി എന്നാണല്ലോ, തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ട് എരിച്ച് ചാമ്പലാക്കി എന്നാണല്ലോ കഥ. അത് ഇത് തന്നെയാണ്. പുരി 3 മരിച്ചവനെ. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ജഡരൂപങ്ങൾ, അവയൊക്കെ ജഡമാണ്. സൂക്ഷ്മജലം, മധ്യജലം, സ്ഥൂലജലം, അവയൊക്കെ എരിച്ച് ചാമ്പലാക്കി, എന്നുവെച്ചാൽ അവയെ ഇല്ലാതാക്കി, അവയെ മറച്ച് അവ പാടെയില്ലാതായി. അങ്ങനെ പൂർണ്ണ സത്യം തെളിയിച്ചു തരുന്ന അലയോ ഭഗവാനെ.